ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP H. വെങ്കടേഷിനെ മാറ്റുന്നതുൾപ്പെടെയുള്ള പോലീസ് തലപ്പത്തെ അഴിച്ചുപണിക്ക് സർക്കാർ നീക്കം നടത്തുന്നു. ഇന്റലിജൻസ് മേധാവി P. വിജയൻ സുപ്രധാന ചുമതലയിൽ എത്തുമെന്നാണ് സൂചന. വിജിലൻസ് മേധാവി സ്ഥാനത്തു നിന്നും മനോജ് എബ്രഹാമിനെ മാറ്റില്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് ക്രമസമാധാനം, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ 2 സുപ്രധാന വിഭാഗങ്ങളുടെ മേധാവിയായിരുന്നു ADGP H. വെങ്കടേഷ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം മേൽനോട്ടം വഹിച്ചതും വെങ്കടേഷ് ആയിരുന്നു. സർക്കാർ മാറിയതോടെ സുപ്രധാന ചുമതലകളിൽ നിന്ന് വെങ്കടേഷിനെ മാറ്റാനാണ് ആലോചന. ബറ്റാലിയൻ ADGP ആയി നിയമിക്കാനാണ് നീക്കം. അല്ലെങ്കിൽ ക്രമസമാധാനം ഒഴിവാക്കി ക്രൈംബ്രാഞ്ചിന്റെ മേധാവി മാത്രമാക്കും. ക്രമസമാധാന ചുമതലയിലേക്ക് ഇന്റലിജൻസ് മേധാവി P. വിജയന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപിനും സാധ്യതയുണ്ട്. P. വിജയനെ ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറ്റേണ്ടതില്ല എന്ന ആലോചനയുമുണ്ട്. ക്രൈംബ്രാഞ്ച്, ഇന്റലിജൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ തലപ്പത്തേക്ക് നിലവിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S. ശ്രീജിത്ത് വന്നേക്കും. നിലവിലെ അഴിച്ചുപണികളിൽ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന് മാറ്റമുണ്ടാകില്ല. UDF സർക്കാരിനും സ്വീകാര്യനായ മനോജ് എബ്രഹാം വിജിലൻസിന്റെ തലപ്പത്ത് തുടരും. ADGP-മാരായ MR അജിത് കുമാർ, G. ലക്ഷ്മൺ എന്നിവരെ ഏതു സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നതിലാണ് ആകാംക്ഷ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണെന്ന് അറിഞ്ഞ ഉടനെ വീട്ടിലെത്തിയ G. ലക്ഷ്മൺ പോലീസ് ആസ്ഥാനത്തെ ADGP ആകാൻ ശ്രമം നടത്തുന്നതായിട്ടാണ് വിവരം. എന്നാൽ മോൺസൺ മാവുങ്കൽ കേസിൽ ഉൾപ്പെടെ ആരോപണ വിധേയനും നടപടികൾ നേരിട്ടയാളുമായ ലക്ഷ്മണനെ സുപ്രധാന ചുമതലയിൽ കൊണ്ടുവരുന്നതിൽ മുഖ്യമന്ത്രി VD സതീശന് എതിർപ്പുണ്ട്. ഉന്നത പോലീസുകാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും നിർണായകമാകും. പോലീസ് ആസ്ഥാനത്തെ IG എന്ന സുപ്രധാന ചുമതലയിലേക്ക് ഹർഷിത അട്ടലൂരി എത്തുമെന്നാണ് സൂചന. കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർക്കും മാറ്റമുണ്ടാകും. നിലവിലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തികിനെ മാറ്റാൻ തീരുമാനിച്ചാൽ പകരം DIG അരുൾ B. കൃഷ്ണ എത്താനാണ് സാധ്യത. അല്ലെങ്കിൽ അരുൾ ദക്ഷിണ മേഖല DIG ആകും. R. നിശാന്തിനിയാകും ദക്ഷിണ മേഖല IG. PP ചന്ദ്രശേഖരൻ വധം, ഗൺമാൻമാരുടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ CPIM-ന് തലവേദനകളായ കേസുകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP AP ഷൗക്കത്ത് അലിയെ വീണ്ടും കണ്ണൂരിലേക്ക് അയക്കാനാണ് UDF സർക്കാർ ആലോചിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.